ഇത് വോയിസ് ഓഫ് അറബിയ. നമ്മുടെ ശബ്ദം, നമ്മുടെ അവകാശം, നമ്മുടെ ഭാവി. സ്വപ്ന ജോലി ചെയ്ത എക്സാം ഇല്ല. അതേ കൂട്ടുകാരെ, എഴുത്തു പരീക്ഷയില്ലാതെ സർക്കാർ ശമ്പളം വാങ്ങാൻ കഴിയുന്ന ജോലി അവസരങ്ങളാണ് ഇന്ന് നിങ്ങളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. PSC പേടി വേണ്ട, നീണ്ട പ്രിപ്പറേഷൻ വേണ്ട, വയസ്സ് ലിമിറ്റ് ടെൻഷൻ ഇവയെല്ലാം മറക്കാം. 10ാം ക്ലാസ് മുതൽ ഏത് യോഗ്യതയുള്ളവർക്കും അപേക്ഷ നൽകാം. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ അവസരം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അവസാനം വരെ കണ്ടാൽ നിങ്ങളുടെ ജീവിതം മാറ്റുന്ന അവസരം നിങ്ങളെ കാത്തിരിക്കുന്നു. വീഡിയോയിലേക്ക് കടക്കാം. KSFE ബിസിനസ് പ്രൊമോട്ടർ റിക്രൂട്ട്മെൻറ്റ്. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് KSFE കേരളത്തിലുടനീളമുള്ള വിവിധ റീജിയണൽ ഓഫീസുകളിലേക്ക് ബിസിനസ് പ്രൊമോട്ടർമാരെ നിയമിക്കുന്നതിനായി ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. സ്ഥാപനം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ്. തസ്തിക ബിസിനസ് പ്രൊമോട്ടർ. അപേക്ഷാ രീതി ഓൺലൈൻ. വിദ്യാഭ്യാസ യോഗ്യത, അടിസ്ഥാന യോഗ്യത 10ാം ക്ലാസ് വിജയിച്ചിരിക്കണം. കൂടുതൽ പരിഗണന ലഭിക്കുന്ന യോഗ്യതകൾ: +2 വിജയം, സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ്, സ്വന്തമായി വാഹനം ഉള്ളവർ, മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ് രംഗത്ത് പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. പ്രായപരിധി കുറഞ്ഞത് 20 വയസ്സ്, പരമാവധി 45 വയസ്സ്. നിയമാനുസൃതമായ പ്രായപരിധി ഇളവുകൾ KSFE മാനദണ്ഡങ്ങൾ പ്രകാരം ലഭിക്കുന്നതാണ്. ജോലിസ്ഥലവും നിയമനവും: കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള റീജിയണൽ ഓഫീസുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ ഉദ്യോഗാർത്ഥികൾ താൽപ്പര്യമുള്ള റീജിയണൽ ഓഫീസ് തിരഞ്ഞെടുക്കാം. പ്രധാന റീജിയണൽ ഓഫീസുകൾ: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. തെരഞ്ഞെടുപ്പ്: ഓൺലൈൻ അപേക്ഷകളുടെ പരിശോധന, വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും വിലയിരുത്തൽ, തുടർന്നുള്ള അഭിമുഖം അല്ലെങ്കിൽ മറ്റ് നടപടികൾ. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവരെ KSFE നേരിട്ടറിയിക്കും. എങ്ങനെ അപേക്ഷിക്കാം? താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 2026 ഫെബ്രുവരി 15 മുമ്പായി KSFEയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷിക്കുമ്പോൾ ശരിയായ റീജിയണൽ ഓഫീസ് തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു മാർക്കറ്റിംഗ് അധിഷ്ഠിത ജോലിയായതിനാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ജനങ്ങളുമായി ഇടപഴകാനുള്ള കഴിവും ഈ ജോലിയിൽ പ്രധാനമാണ്. അപേക്ഷിക്കേണ്ട രീതി: ഔദ്യോഗിക പോർട്ടൽ സന്ദർശിക്കുക. ആദ്യം KSFEയുടെ ഔദ്യോഗിക അപേക്ഷാ പോർട്ടൽ സന്ദർശിക്കുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ഓൺലൈൻ അപേക്ഷാ ഫോമിൽ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ, വിദ്യാഭ്യാസ യോഗ്യത, ഫോൺ നമ്പർ എന്നിവ കൃത്യമായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ താൽപ്പര്യപ്രകാരമുള്ള റീജിയണൽ ഓഫീസോ ബ്രാഞ്ചോ അപേക്ഷാ വേളയിൽ തിരഞ്ഞെടുക്കുക. എല്ലാ വിവരങ്ങളും പരിശോധിച്ചതിന് ശേഷം 2026 ഫെബ്രുവരി 15 മുമ്പായി അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം ഭാവിയിലുള്ള ആവശ്യങ്ങൾക്കായി അപേക്ഷാ ഫോമിൻ്റെ പകർപ്പ് സേവ് ചെയ്യുകയോ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുകയോ ചെയ്യുക. അപേക്ഷ ആരംഭിച്ച തീയതി: ഇന്നു മുതൽ അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ഫെബ്രുവരി 15. 10ാം ക്ലാസ് വിജയിച്ച ആർക്കും അപേക്ഷ നൽകാം. ഫീൽഡ് വർക്ക് ഉള്ളതിനാൽ സ്വന്തമായി വാഹനവും ലൈസൻസും ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. നിങ്ങൾ താമസിക്കുന്ന ജില്ലയിലോ അതിനടുത്തുള്ള റീജിയണിലോ അപേക്ഷിക്കുന്നതാണ് ഉചിതം. കേരളത്തിലെ സർക്കാർ സ്വകാര്യ ഓഫീസുകളിലെ ജോലി ഒഴിവുകൾ: 1. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക കൗൺസിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കുള്ള ഇൻ്റർവ്യൂ ജനുവരി 22 നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അടുത്തത് തൊഴിൽ മേള.
കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ കരിയർ സർവീസ് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ദേശീയ തൊഴിൽ സേവനാ കേന്ദ്രം നാലാഞ്ചിറയിൽ വെച്ച് ജനുവരി 22-ന് തൊഴിൽമേള സംഘടിപ്പിക്കും. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ ഉദ്യോഗാർത്ഥികളെ പങ്കെടുപ്പിക്കുന്ന തൊഴിൽമേളയിൽ IT, ഓട്ടോമൊബൈൽ, മാനേജ്മെൻറ്റ്, ടെക്നിക്കൽ, മാർക്കറ്റിംഗ്, ഇൻഷുറൻസ് മുതലായ മേഖലകളിലെ തൊഴിൽദായകർ പങ്കെടുക്കും. തൊഴിൽമേളയിൽ പങ്കെടുക്കുന്നതിനായി ഉദ്യോഗാർത്ഥികൾ രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. അടുത്തത് അക്കൗണ്ട്സ് ഓഫീസർ ഒഴിവ്. മത്സ്യബോർഡ് കേന്ദ്ര കാര്യാലയത്തിലേക്ക് അക്കൗണ്ട്സ് ഓഫീസറെ നിയമിക്കുന്നതിന് CA ഇൻ്റർമീഡിയറ്റ് പാസ്സായി 20-നും 40-നും ഇടയിൽ പ്രായമുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പ്രതിമാസ വേതനം 40,000 രൂപ. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. തൃശ്ശൂർ ജില്ലയിൽ ഉള്ളവർക്കും മുൻഗണന. താല്പര്യമുള്ളവർ ജനുവരി 20-നകം കമ്മീഷണർ കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, പൂങ്കുന്നം, തൃശ്ശൂർ വിലാസത്തിൽ തപാലിലോ നേരിട്ടോ ബയോഡാറ്റകൾ സമർപ്പിക്കുക. അടുത്തത് ഗസ്റ്റ് ഇൻസ്ട്രക്ടർ അഭിമുഖം. ആറ്റിങ്ങൽ ഗവൺമെൻറ് ITIയിൽ വയർമാൻ ട്രെയിനിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിൽ ഓപ്പൺ വിഭാഗത്തിനായുള്ള ഒഴിവുണ്ട്. ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി, ഡിപ്ലോമ അല്ലെങ്കിൽ ട്രേഡിൽ NTCയും 1 വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ NCA 3 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടർ തസ്തികയിൽ അപേക്ഷിക്കാം. നിയമനത്തിലുള്ള അഭിമുഖം ജനുവരി 20-ന് രാവിലെ 10:15-ന് ITI ഓഫീസിൽ അസൽ രേഖകളുമായി നേരിട്ട് ഹാജരാകണം. സർവേയർ നിയമനം. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന് കീഴിൽ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം, കാസർഗോഡ് മുനിസിപ്പാലിറ്റി, ഉദുമ, പുല്ലൂർ, പെരിയ, മണക്കൈ, കിനാനൂർ, കരിന്തളം, മെഗ്രാൽ, പുത്തൂർ, മധൂർ, ചെങ്കള, ചെമ്മനാട്, കുമ്പള, ഓർക്കാടി, മഞ്ചേശ്വരം, മീഞ്ച, മംഗൽപ്പാടി ഗ്രാമപഞ്ചായത്തുകളിൽ റാബി സീസണിലെ ഡിജിറ്റൽ ക്രോപ്പ് സർവേ നടത്തുന്നതിന് പഞ്ചായത്തിനകത്തോ സംയുക്ത താമസമുള്ള അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താല്പര്യമുള്ളവർ മേൽ പഞ്ചായത്തിലെ കൃഷിഭവനുമായി ബന്ധപ്പെടണം. യോഗ്യത 10ാം ക്ലാസ്. മൊബൈൽ പരിജ്ഞാനം. വേതനം സർവേ ചെയ്യുന്ന പ്ലോട്ടിന് 20 രൂപ നിരക്കിൽ വേതനം ലഭിക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു. ലാബ് ടെക്നീഷ്യൻ ഒഴിവ്. കാഞ്ഞങ്ങാട് ഗവൺമെൻറ് ജില്ലാ ഹോമിയോ ആശുപത്രി ദിവസവേതന അടിസ്ഥാനത്തിൽ ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നു. കേരള സർക്കാരും PSC അംഗീകരിച്ച DMLTO, BSc, MLTO വിജയിച്ച 18 വയസ്സിനും 56 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിത 21-ന് ബുധനാഴ്ച രാവിലെ 10:30-ക്ക് കാഞ്ഞങ്ങാട് പുതിയകോട്ടയിലുള്ള ഹോമിയോപ്പതി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഹാജരാകണം. ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു. അടുത്തത് ഡ്രൈവർ സെക്യൂരിറ്റി ഒഴിവ്. കുമ്പടാജെ പഞ്ചായത്തിലും ബഡ് സ്കൂളിലും ഒഴിവുള്ള ഡ്രൈവർ തസ്തികയിലേക്ക്, ബഡ് സ്കൂളിൽ ഒഴിവുള്ള സെക്യൂരിറ്റി തസ്തികയിലേക്ക് ജീവനക്കാരെ നിയമിക്കുന്നു. ഡ്രൈവർ തസ്തികയിലുള്ള കൂടിക്കാഴ്ച 21-ന് രാവിലെയും സെക്യൂരിറ്റി തസ്തികയിലുള്ള കൂടിക്കാഴ്ച ഉച്ചയ്ക്ക് ശേഷവും നടക്കും. അപേക്ഷകർ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ് സഹിതം പഞ്ചായത്ത് ഓഫീസിൽ ഹാജരാകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു. അടുത്തത് പ്രോജക്ട് സയൻറ്റിസ്റ്റ് ഒഴിവ്. കോട്ടയം ശ്രീനിവാസ രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബേസിക് സയൻസിൽ SRIBS സൂപ്പർ കമ്പ്യൂട്ടർ സ്ഥാപിക്കുന്ന പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പ്രോജക്ട് സയൻറ്റിസ്റ്റ് 2 തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി 12-ന് മുമ്പായി അപേക്ഷ നൽകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു. അടുത്തത് ആനിമേറ്റർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കുടുംബശ്രീയുടെ കീഴിൽ കളർ പ്രത്യേക പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ ഉന്നതിയിൽ ഏകോപിപ്പിക്കുന്നതിന് ആനിമേറ്റർ നിലവിലുള്ള ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18-നും 45-നും ഇടയിൽ പ്രായമുള്ള 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കുടുംബശ്രീ അംഗം, ഓക്സിലറി അംഗം എന്നിവർക്കും മുൻഗണന ഉണ്ടായിരിക്കും. അപേക്ഷകർ വെള്ളക്കടലാസ് തയ്യാറാക്കിയ അപേക്ഷയും യോഗ്യത തെളിയിക്കുന്ന സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും സഹിതം അയ്യത്തൂർ കളക്ടറേറ്റ് സിവിൽ സ്റ്റേഷൻ 2ാം നിലയിലുള്ള ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീയുടെ ഓഫീസിൽ ജനുവരി 21 ബുധനാഴ്ച വൈകിട്ട് 5:15-നകം നേരിട്ടോ തപാൽ മുഖേന എത്തിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുക്കുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക. അടുത്തത് കേരള വാട്ടർ അതോറിറ്റിയിൽ മീറ്റർ റീഡർ. കേരള വാട്ടർ അതോറിറ്റിയിൽ 15 രൂപ പ്രകാരം മീറ്റർ റീഡിംഗ് എടുക്കുന്നതിന് പെരുമേട്, പെരുവന്താനം, കൊക്കയാർ, ഏലപ്പാറ, ഉപ്പുതറ, വണ്ടിപ്പെരിയാർ, കുമ്മളി, ചക്കുപ്പള്ളം പഞ്ചായത്തുകളിൽ
ഉള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ ഇടുക്കി ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ ജനുവരി 15 വൈകിട്ട് 5 മണിക്ക് മുമ്പായി അപേക്ഷ സമർപ്പിക്കണം. വിശദ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുക്കുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക. അടുത്തത് സ്റ്റുഡിയോ അറ്റൻഡർ ഒഴിവ്. സംസ്ഥാന സർക്കാർ സ്ഥാപനത്തിൽ സ്റ്റുഡിയോ അറ്റൻഡർ തസ്തികയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ഒഴിവ്. 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. പ്രായപരിധി 18-നും 41-നും ഇടയിൽ. 710 രൂപയാണ് ദിവസവേതനം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജനുവരി 30-നകം യോഗ്യത, പ്രവൃത്തിപരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സഹിതം അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാകണം. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.